നമസ്കാരം. വർഷത്തിലൊരിക്കലാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ സിനിമ തിയേറ്ററുകളിൽ വരുന്നത്. അങ്ങനൊരു റിലീസിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തമിഴിലെ ഏറ്റവും തിരക്കേറിയ സംവിധായകനായി മാറിയ ലോകേഷ് കനകരാജുമൊത്ത് കൂലി എന്ന സിനിമയുമായി സ്റ്റൈൽ മന്നൻ വീണ്ടും എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ. കേരളത്തിലടക്കം വൻ വരവേൽപ്പാണ് ചിത്രത്തിന് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേക ഫാൻ ഷോകളും പ്രത്യേക പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. റിലീസിന് മുൻപേ തന്നെ പ്രീ ബുക്കിങ്ങിലൂടെ മാത്രം ഏതാണ്ട് 5,50 കോടിയുടെ ടിക്കറ്റാണ് വിറ്റുപോയത്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന പീരിയഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി. നടന്റെ 171 സിനിമ കൂടിയാണ് ഇത്. അതേസമയം സിനിമ ഇറങ്ങുന്നതിന്റെ സന്തോഷമൊക്കെ ഒരു വശത്ത് ഉയരുമ്പോൾ തന്നെ മറുവശത്ത് കേരളത്തിലടക്കം കുറച്ച് വിവാദങ്ങളും പുകയുകയാണ്. അതിന് നിമിത്തമായതാകട്ടെ മലയാളത്തിന്റെ സ്വന്തം സൗബിൻ ഷാഹിറും ബോളിവുഡിലെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് ആമീർ ഖാനുമാണ്. മമ്മൂട്ടിക്ക് പറ്റിയ അതേ അമളി ഇവിടെ രജനീകാന്തിനും സംഭവിച്ചു. അതാണ് വിവാദവും ഉണ്ടാകാൻ കാരണമായത്. അമീർ ഖാൻ, ഉപേന്ദ്ര, നാഗാർജുന, സത്യരാജ്, ശ്രുതി ഹസൻ എന്നിങ്ങനെ ചിത്രത്തിലെ താരങ്ങളെല്ലാം ഓഡിയോ ലോഞ്ചിന് എത്തിയിരുന്നു. ഇതിനിടെ സൗബിൻ എങ്ങനെയാണ് കൂലി എന്ന സിനിമയിലേക്ക് എത്തിയതെന്ന് സ്റ്റൈൽ മന്നൻ പറയുന്നുണ്ട്. ആദ്യം ഫഹദ് ഫാസിലിനെയാണ് ഈ ചിത്രത്തിനായി തിരഞ്ഞെടുത്തത്. എന്നാൽ ഡേറ്റ് ക്ലാഷ് ആയതിനാൽ അദ്ദേഹത്തിന് സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞില്ല. പകരം ലോകേഷ് സൗബിനെയാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. എന്തിനാണ് സൗബിനെ തിരഞ്ഞെടുത്തതെന്നും സൗബിൻ അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചും ലോകേഷിനോട് രജനീകാന്ത് പിന്നാലെ ചോദിക്കുകയും ചെയ്തു. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ സൗബിൻ ഉണ്ട് എന്ന് ലോകേഷ് പറഞ്ഞു. പക്ഷേ കൂലിയിലെ ഈ കഥാപാത്രത്തിന് അദ്ദേഹം യോഗ്യനാണോ എന്ന സംശയമുണ്ടായിരുന്നു. കഷണ്ടിയൊക്കെയുള്ള ആളല്ലേ വേണോ എന്ന സംശയം പ്രകടിപ്പിച്ചുവെങ്കിലും ലോകേഷിന് കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ചില്ല എന്നാണ് രജനീകാന്ത് പറഞ്ഞത്. പക്ഷെ സൗബിന്റെ അഭിനയം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് രജനീകാന്ത് പറയുന്നത്. വിശാഖപട്ടണത്തെ ഷൂട്ട് വന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയെന്നാണ് ലോകേഷ് പറഞ്ഞത്. എന്തിനാണ് 2 ദിവസം കഴിഞ്ഞ് വരുന്നതെന്ന് താൻ അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് സൗബിന്റെ ഷൂട്ടാണ് നടക്കുന്നത്. 3-ാമത്തെ ദിവസം താൻ വന്നപ്പോൾ ലോകേഷ് ലാപ്ടോപ്പുമായി വന്നു. സൗബിൻ അഭിനയിച്ച 2-3 രംഗങ്ങൾ കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് ഞെട്ടിപ്പോയി. എന്തൊരു ആക്ടറാണ്. ഇതായിരുന്നു രജനീകാന്ത് സൗബിനെ കുറിച്ച് നടത്തിയ പ്രതികരണം. അത് വലിയ കയ്യടികളോടെയായിരുന്നു ഓഡിയോ ലഞ്ചിൽ ഇരുന്ന ആളുകൾ സ്വീകരിച്ചത്. എങ്കിലും പിന്നാലെ ചെറിയ ചെറിയ വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് ആമീർ ഖാൻ എത്തുന്നത്. കമൽഹാസനായിരിക്കും അതിഥി വേഷത്തിൽ എത്തുന്നതെന്ന് താൻ കരുതി എന്നാണ് രജനീകാന്ത് പറഞ്ഞത്. അമീർ ഖാൻ ആണെന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ഓക്കെ പറയാൻ തന്നെ 2 വർഷമെടുക്കും. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം തയ്യാറെടുത്തു കാണും. ഇവിടുത്തെ കമൽഹാസനാണ് നോർത്തിലെ ആമീർ ഖാൻ. ഒരു വശത്ത് സൽമാൻ ഖാൻ, മറുവശത്ത് ഷാരൂഖ് ഖാൻ എന്നിവർ നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് കുള്ളനായ ആമീർ ഖാനും നിൽക്കുന്നു. മികച്ച നടനാണ് അദ്ദേഹം എന്നായിരുന്നു രജനീകാന്ത് ആമീർ ഖാനെ കുറിച്ച് പറഞ്ഞത്. എന്നാലും ഈ 2 കാര്യങ്ങളും എന്തുകൊണ്ട് വിവാദമായി എന്ന് പലർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഈ പറഞ്ഞ വാക്കുകളിൽ കടന്നുകൂടിയ കഷണ്ടി കുള്ളൻ എന്ന പരാമർശങ്ങളാണ് രജനീകാന്തിനെ വിവാദങ്ങളിൽ തള്ളിയിട്ടത്. സത്യരാജ്, നാഗാർജുന, ശ്രുതി ഹസൻ, ഉപേന്ദ്ര തുടങ്ങിയ എല്ലാ താരങ്ങളെക്കുറിച്ചും ഹാസ്യത്തിൽ കലർത്തിയുള്ള സംസാരത്തിലൂടെ അഭിസംബോധന ചെയ്തപ്പോൾ ഇതിനിടയിൽ ഇക്കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് പലരും സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നത്. അതേസമയം രജനീകാന്തിന്റെയും ലോകേഷ് കനകരാജിന്റെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രകാരം ചിത്രത്തിൽ ഏറ്റവും മികച്ച റോള് തന്നെയാണ് സൗബിന് കിട്ടിയിരിക്കുന്നത് എന്ന് ഉറപ്പാണ്. കേരളത്തിലെ നടന്മാർക്ക് എല്ലാ കാലവും, അതായത് മുൻ സിനിമകളിലെല്ലാം തന്നെ മികച്ച വേഷങ്ങളായിരുന്നു ലോകേഷ് കനകരാജ് നൽകിയിട്ടുള്ളത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കൈദിയിലാണെങ്കിൽ നരേൻ, വിക്രം സിനിമയിൽ ഫഹദ് ഫാസിലും ചെമ്പൻ വിനോദ് ജോസും, ലിയോയിലാകട്ടെ മഡോണ സെബാസ്റ്റ്യനും അതേപോലെ തന്നെ മാത്യുവും, മാസ്റ്റർ എന്ന വിജയ് ചിത്രത്തിൽ മാളവിക മോഹനൻ, ഇവർക്കൊക്കെ സുപ്രധാന റോളുകളായിരുന്നു നൽകിയിട്ടുള്ളത് ലോകേഷ് കനകരാജ്. അത് വെച്ച് നോക്കുമ്പോൾ കൂലിയിൽ ചില്ലറ വേഷമായിരിക്കില്ല സൗബിൻ എന്ന് ഉറപ്പാണ്. കൂലി ഇറങ്ങും മുൻപ് തന്നെ മോണിക്ക എന്ന ഗാനത്തിലൂടെ തമിഴ് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാനും സൗബിന് സാധിച്ചിട്ടുണ്ട്. ഏതായാലും കൂലിക്ക് ശേഷം സൗബിൻ ഷാഹിർ പഴയ പോലെ ആയിരിക്കില്ല തമിഴ്നാട്ടിൽ. അദ്ദേഹത്തിന് പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടാകുമെന്ന് 100% ഉറപ്പാണ്.